ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 35ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസ് മിഷന്റെ ഭാഗമായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് നിർമ്മിച്ച ലൂണാർ ലാൻഡറാണ് അഥീന. നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസ് മിഷന്റെ ഭാഗമായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് നിർമ്മിച്ച ലൂണാർ ലാൻഡറാണ് അഥീന. 2025 ഫെബ്രുവരി 27 അഥീന വിക്ഷേപണം നടന്നത്. അഥീനയുടെ വിക്ഷേപണം നടന്നത് 2025 ഫെബ്രുവരി 27 ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റാണ് വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത്. നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസ് മിഷന്റെ ഭാഗമായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് നിർമ്മിച്ച ലൂണാർ ലാൻഡറാണ് അഥീന. പരമ്പരാഗത അലി ഐ ലിഗാങ് ഉത്സവം ആഘോഷിക്കുന്ന അസമിലെ ഗോത്ര വിഭാഗമാണ് മിസിംഗ് ഗോത്രം. പരമ്പരാഗത അലി ഐ ലിഗാങ് ഉത്സവം ആഘോഷിക്കുന്ന അസമിലെ ഗോത്ര വിഭാഗമാണ് മിസിംഗ് ഗോത്രം. ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടത്തിനായി തിരഞ്ഞെടുത്ത കേരളത്തിലെ റൂട്ടുകൾ തിരുവനന്തപുരം ടു കൊച്ചി, കൊച്ചി ടു എടപ്പാൾ എന്നിവയാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടത്തിനായി തിരഞ്ഞെടുത്ത കേരളത്തിലെ റൂട്ടുകളാണ്: 1 തിരുവനന്തപുരം ടു കൊച്ചി, 2 കൊച്ചി ടു എടപ്പാൾ. കേന്ദ്ര സർക്കാരാണ് പരീക്ഷണ ഓട്ടത്തിനുള്ള റൂട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടത്തിനായി തിരഞ്ഞെടുത്ത കേരളത്തിലെ റൂട്ടുകൾ: 1 തിരുവനന്തപുരം ടു കൊച്ചി, രണ്ടാമത്തെ റൂട്ട് കൊച്ചി ടു എടപ്പാളാണ്. 2025 കേന്ദ്ര സർക്കാർ നവരത്ന പദവി നൽകിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് IRCTCയും IRFCയും. 2025 കേന്ദ്ര സർക്കാർ നവരത്ന പദവി നൽകിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ IRCTCയും IRFCയുമാണ്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ആണ് IRCTC. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് IRFC. 2025 കേന്ദ്ര സർക്കാർ നവരത്ന പദവി നൽകിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അഥവാ IRCTC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അഥവാ IRFC എന്നിവയാണ്. നിലവിൽ 26 സ്ഥാപനങ്ങൾക്കാണ് നവരത്ന പദവി ലഭിച്ചിട്ടുള്ളത്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് അഥവാ CPI റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. 1ാം റാങ്കിൽ ഡെൻമാർക്കാണ്. എന്നാൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 96ാം സ്ഥാനമാണ്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 96ാം സ്ഥാനമാണ്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി നിയമിതയായ ആദ്യ വനിതയാണ് സിസ്റ്റർ റഫേല പെട്രീന. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി നിയമിതയായ ആദ്യ വനിത സിസ്റ്റർ റഫേല പെട്രീനയാണ്. അടുത്തിടെ അന്തരിച്ച പത്മാകർ ശിവാൽക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റ്.
അടുത്തിടെ അന്തരിച്ച പത്മാകർ ശിവാൽക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ബോംബെക്ക് വേണ്ടി കളിച്ച താരമാണ്. രഞ്ജി ട്രോഫിയിലൊക്കെ ബോംബെക്ക് വേണ്ടി കളിച്ച താരമാണ് പത്മാകർ ശിവാൽക്കർ. അദ്ദേഹം ഒരു സ്പിൻ ബൗളറാണ്. അടുത്തിടെ അന്തരിച്ച പത്മാകർ ശിവാൽക്കർ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മത്സരിച്ചിരുന്ന താരമാണ് പത്മാകർ ശിവാൽക്കർ. അടുത്തിടെ കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഐസോപോഡാണ് ഫെറോമ താബോറൻസ്. അടുത്തിടെ കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഐസോപോഡാണ് ഫെറോമ താബോറൻസ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ഐസോപോഡാണ് ഫെറോമ തബോറൻസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത വൃക്കരോഗ വിദഗ്ധനാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം. കേരളത്തിലെ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പാലോൺ. കേരളത്തിലെ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പാലോൺ. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന പോരായ്മകൾ വിലയിരുത്തി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി അനുയോജ്യമായ പരിശീലനം ലഭ്യമാക്കുന്ന പ്ലാറ്റ്ഫോമാണ് സുപ്പാലോൺ. കേരളത്തിലെ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പാലോൺ. സുപ്പാലോൺ തയ്യാറാക്കിയത് ആംഗിൾ ബിലേൺ എന്ന കമ്പനിയാണ്. ആംഗിൾ ബിലേൺ എന്ന കമ്പനിയാണ് സുപ്പാലോൺ എന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പാലോൺ. ആമസോണിന്റെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഒസലോട്ട്. ആമസോണിന്റെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഒസലോട്ട്. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ നേടിയ ഇംഗ്ലീഷ് ഭാഷയിലെ അല്ലാത്ത ചിത്രമാണ് എമിലിയ പെരസ്. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ നേടിയ ഇംഗ്ലീഷ് ഭാഷയിലെ അല്ലാത്ത ചിത്രമാണ് എമിലിയ പെരസ് എന്ന സ്പാനിഷ് ചലച്ചിത്രം. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ നേടിയ ഇംഗ്ലീഷ് ഭാഷയിലെ അല്ലാത്ത ചിത്രമാണ് എമിലിയ പെരസ് എന്ന സ്പാനിഷ് ചലച്ചിത്രം. ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഗാണ്ടീവ. ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഗാണ്ടീവ. ചൈന സാറ്റ് 10R എന്ന വാർത്താവിനിമയ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ചൈന സാറ്റ് 10R എന്ന വാർത്താവിനിമയ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സാങ്കേതിക തകരാർ മൂലം 8ാം പരീക്ഷണം റദ്ദാക്കിയ സ്പേസ് എക്സിന്റെ ദൗത്യമാണ് സ്റ്റാർഷിപ്പ്. സാങ്കേതിക തകരാർ മൂലം 8ാം പരീക്ഷണം റദ്ദാക്കിയ സ്പേസ് എക്സ് ദൗത്യം സ്റ്റാർഷിപ്പ് ആണ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഉറുഗ്വേയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് യമുണ്ടോ ഒർസിയാണ്. ഉറുഗ്വേയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് യമുണ്ടോ ഒർസി. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് വിദ്യാ ബാലനാണ്. കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കായ ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് വിദ്യാ ബാലനാണ്. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആലുവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ
ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഗുരുഗ്രാമിലാണ്. കേരള പോലീസിലെ കമ്പ്യൂട്ടറുകൾക്കും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾക്കും സൈബർ സുരക്ഷാ കവചം ഒരുക്കി സംരക്ഷിക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. കേരള പോലീസിലെ കമ്പ്യൂട്ടറുകൾക്കും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾക്കും സൈബർ സുരക്ഷാ കവചം ഒരുക്കി സംരക്ഷിക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ആണ് തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ദിയാസലൈ എന്ന ആത്മകഥയുടെ രചയിതാവ് കൈലാഷ് സത്യാർത്ഥിയാണ്. ദിയാസലൈ എന്ന ആത്മകഥയുടെ രചയിതാവ് 2014 സമാധാന നൊബേൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. കൈലാഷ് സത്യാർത്ഥി സ്ഥാപിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. അദ്ദേഹത്തിന് 2014 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ദിയാസലൈ. ഇന്ത്യയിൽ ബാലവേലയ്ക്കെതിരെയും കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയാസലൈ. മാലിദ്വീപിലെ മാലയിൽ നടന്ന 13ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ ബംഗാൾ ഉൾക്കടൽ അന്തർ സർക്കാർ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഇന്ത്യയാണ്. മാലിദ്വീപിലെ മാലയിൽ നടന്ന 13ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ ബംഗാൾ ഉൾക്കടൽ അന്തർ സർക്കാർ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഇന്ത്യയാണ്.